ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റായ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ സ്ഥിരം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കാറുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടി തലേ ദിവസം രാത്രി ഞാൻ 2 കപ്പ് പച്ചരി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് 2 ദിവസത്തേക്ക് ഉണ്ടാവട്ടെ എന്തായാലും. ഈ ഒരു സ്പൂണിൽ ഇത്രയും ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴുകിയെടുക്കുക. അങ്ങനെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത പച്ചരിയിലോട്ട് നമുക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ബൗളിൽ ഇത്രയും ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ്. ഈസ്റ്റ് വാങ്ങിക്കുമ്പോൾ നല്ല ഈസ്റ്റ് നോക്കി വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുങ്ങിക്കിടക്കാൻ മാത്രം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും മിക്സായിട്ട് എല്ലാ ഭാഗത്തോട്ട് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്കിത് മൂടി വയ്ക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇതെടുക്കുന്നത്. രാവിലെ തന്നെ നമുക്കിത് അരച്ച് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മണിക്കാണ് ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ 1 മണിക്കൂർ മുന്നേ നമ്മൾ അരച്ച് വെച്ചാൽ മതി. വേറൊരു പ്രോസസ്സൊന്നും ഇതിനില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ആ ഒരു കൂട്ട് നമുക്കിതിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ തരിതരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമുക്കിത് ഏതായാലും നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച വെള്ളം ഉണ്ടാവുമല്ലോ, അതിൽ കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ട് അരച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുള്ള ഒരു പതയാണത്. അങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ നോമ്പിനൊക്കെ ഈ ഒരു അപ്പം ഉണ്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിച്ച് കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അത്ര സോഫ്റ്റാണ്, ഇറങ്ങിപ്പോണത് അറിയില്ല. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ അത് തുറന്ന് നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കാണാൻ തന്നെ നല്ലൊരു നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടു നോക്കിയാലോ. അങ്ങനെ ഞാൻ ഇത്തിരി തിക്കായിട്ടുള്ള ബാറ്ററാക്കി തന്നെയാണ് ഇട്ടെടുത്തത്. ഇത് ഞാൻ ഒരു കൈക്ക് ഫോൺ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ശരിക്കും അങ്ങോട്ട് എനിക്ക് റൗണ്ട് ആക്കാൻ പറ്റാത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ. നമ്മൾ പാക്കറ്റ് പൊടി കൊണ്ട് അരച്ചുണ്ടാക്കുന്ന മാവിനേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും കേട്ടോ. ഓക്കെ, ബൈ.